മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. കാർഷിക വിപ്ലവവും വ്യാവസായിക വിപ്ലവവും മനുഷ്യജീവിതത്തെ മാറ്റിമറിച്ചതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി നമ്മുടെ തൊഴിൽ മേഖലയെ അടിമുടി പരിവർത്തിപ്പിക്കുവാൻ പോവുകയാണ്. എന്നാൽ മുൻകാല വിപ്ലവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ മാറ്റത്തിൻ്റെ വേഗത പ്രവചനാതീതമാണ്. വെറും 5 വർഷത്തിനുള്ളിൽ ലോകത്തിലെ 99% ജോലികളും AI കൈക്കലാക്കുമെന്ന ഞെട്ടിക്കുന്ന മുന്നറിയിപ്പാണ് ലൂയിസ്വിൽ സർവകലാശാലയിലെ പ്രശസ്ത കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും AI സുരക്ഷാ വിദഗ്ധനുമായ ഡോക്ടർ റോമൻ യാംപോൾസ്കി നൽകുന്നത്. ഈ മുന്നറിയിപ്പ് കേവലം ഒരു ഭാവനാ സൃഷ്ടിയല്ല, മറിച്ച് 100-ലധികം ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു വിദഗ്ധന്റെ നിരീക്ഷണമാണ് എന്നത് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സ്റ്റീവൻ ബാൾടെസ്റ്റിൻ്റെ പ്രശസ്തമായ ദി ഡയറി ഓഫ് എ CEO എന്ന പോഡ്കാസ്റ്റിൽ സംസാരിക്കുമ്പോഴാണ് യാംപോൾസ്കി ഈ വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ച് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 2027ഓടെ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് അഥവാ AGI യാഥാർത്ഥ്യമാകും. നിലവിലുള്ള AI സംവിധാനങ്ങൾ ഒരു പ്രത്യേക ജോലി മാത്രം ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണെങ്കിൽ AGI എന്നത് മനുഷ്യൻ്റെ തലച്ചോറിന് ചെയ്യാൻ കഴിയുന്ന ഏതൊരു ബൗദ്ധിക ജോലിയും അതിനേക്കാൾ മികച്ച രീതിയിൽ ചെയ്യാൻ കഴിവുള്ള ഒന്നായിരിക്കും. ഇത് സംഭവിക്കുന്നതോടെ മനുഷ്യൻ ചെയ്യുന്ന ജോലികളിൽ ബഹുഭൂരിപക്ഷവും യന്ത്രങ്ങൾ ഏറ്റെടുക്കുന്ന സാഹചര്യം സംജാതമാകും. കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ജോലികളായിരിക്കും ഇതിൽ ആദ്യം ഇല്ലാതാകുകയെന്നും തുടർന്ന് റോബോട്ടിക്സ് രംഗത്തെ മുന്നേറ്റങ്ങളോടെ ശാരീരിക അധ്വാനം ആവശ്യമായ ജോലികളും AIയുടെ നിയന്ത്രണത്തിലാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന സാങ്കേതിക വിദ്യകൾ മനുഷ്യന്റെ അധ്വാനം കുറയ്ക്കാനോ സഹായിക്കാനോ ആയിരുന്നു രൂപകൽപ്പന ചെയ്തിരുന്നതെങ്കിൽ ഇന്നത്തെ AI സ്വതന്ത്രമായി പ്രവർത്തിക്കാനാണ് പഠിക്കുന്നത്. ഇത് തൊഴിൽ വിപണിയിൽ വലിയൊരു ശൂന്യത സൃഷ്ടിക്കും. നിലവിലുള്ള AI മോഡലുകൾക്ക് തന്നെ ഏകദേശം 60% ജോലികളെ ബാധിക്കാൻ ശേഷിയുണ്ടെന്ന് യാംപോൾസ്കി ചൂണ്ടിക്കാട്ടുന്നു. ഒരുപക്ഷെ 10% തൊഴിലില്ലായ്മ പോലും ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാൻ പര്യാപ്തമാണെന്നിരിക്കെ 99% എന്ന കണക്ക് ലോകത്തെവിടെയും വലിയൊരു അരക്ഷിതാവസ്ഥയുണ്ടാക്കും. പലപ്പോഴും നമ്മൾ അത്യന്താപേക്ഷിതമെന്ന് കരുതുന്ന പല തസ്തികകളും യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്തവയാണെന്നും AGI വരുന്നതോടെ അത്തരം ജോലികൾ സ്വാഭാവികമായും അപ്രത്യക്ഷമാകുമെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. ഈ മഹാമാറ്റത്തിന് മുന്നിൽ പുനർപരിശീലനം അഥവാ റീട്രെയിനിങ് എത്രത്തോളം ഫലപ്രദമാകുമെന്ന കാര്യത്തിൽ യാംപോൾസ്കി സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ ഒരു പുതിയ തൊഴിൽ പഠിച്ചെടുക്കുന്ന വേഗതയേക്കാൾ എത്രയോ മടങ്ങ് വേഗത്തിൽ AIക്ക് പുതിയ മേഖലകൾ കീഴടക്കാൻ സാധിക്കും. മനുഷ്യൻ സർഗാത്മകമെന്ന് കരുതുന്ന ഉള്ളടക്ക നിർമ്മാണം, മാധ്യമ പ്രവർത്തനം, പോഡ്കാസ്റ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ പോലും മനുഷ്യനേക്കാൾ കൃത്യമായും വേഗത്തിലും വിവരങ്ങൾ വിശകലനം ചെയ്ത് മികച്ച ഔട്ട്പുട്ട് നൽകാൻ AIക്ക് കഴിയും. ഈ സാഹചര്യം നിലനിൽക്കെ തന്നെ മനുഷ്യസ്പർശം അനിവാര്യമായ ചില മേഖലകൾ മാത്രം അതിജീവിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശിക്കുന്നുണ്ട്. അവ ഇനി പറയുന്ന 5 വിഭാഗങ്ങളിൽ ഒതുങ്ങാനാണ് സാധ്യത. ആദ്യത്തേത് സമ്പന്നർക്ക് നൽകുന്ന വ്യക്തിഗത സേവനങ്ങളാണ്. സമ്പന്നരായ വ്യക്തികൾ തങ്ങളുടെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാനോ പേഴ്സണൽ അസിസ്റ്റന്റുമാരായോ ഇന്നും മനുഷ്യനെ തന്നെ തിരഞ്ഞെടുക്കാൻ താൽപ്പര്യപ്പെട്ടേക്കാം. ഇത് ഒരുതരം സ്റ്റാറ്റസ് സിംബൽ കൂടിയാണ് കണക്കിലാക്കപ്പെടുന്നത്. രണ്ടാമത്തേത് വൈകാരിക ബന്ധങ്ങൾക്കും സഹാനുഭൂതികൾക്കും പ്രാധാന്യമുള്ള തൊഴിലുകളാണ്. തെറാപ്പിസ്റ്റുകൾ, കൗൺസിലർമാർ തുടങ്ങിയ മേഖലകളിൽ യന്ത്രങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ മനുഷ്യരെ വിശ്വസിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത്തരം മേഖലകളിലും അവസരങ്ങൾ പരിമിതമായിരിക്കും എന്നതാണ് വാസ്തവം. മൂന്നാമത്തെ വിഭാഗം AI മേൽനോട്ടവും നിയന്ത്രണവുമാണ്. AI സംവിധാനങ്ങൾ ശരിയായ രീതിയിലാണോ പ്രവർത്തിക്കുന്നത് എന്നും അവയുടെ നൈതികത ഉറപ്പുവരുത്താനും വിദഗ്ധരായ മനുഷ്യരുടെ സേവനം ആവശ്യമായി വരും. നാലാമതായി AI ഇടനിലക്കാരെയും സഹായികളെയുമാണ് അദ്ദേഹം വിഭാവനം ചെയ്യുന്നത്. AI സാങ്കേതിക വിദ്യകളെ സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനും സ്ഥാപനങ്ങളിൽ അത് നടപ്പിലാക്കാനും സഹായിക്കുന്ന വിദഗ്ധർക്ക് ഡിമാൻഡുണ്ടാകും. അഞ്ചാമത്തെ മേഖല പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. എന്നാൽ AI കൂടുതൽ സ്വയം പര്യാപ്തമാകുന്നതോടെ ഈ ജോലിയുടെ പ്രസക്തിയും കാലക്രമേണ കുറഞ്ഞു വരുമെന്ന് യാംപോൾസ്കി മുന്നറിയിപ്പ് നൽകുന്നു. തൊഴിലില്ലാത്ത ഒരു ലോകത്ത് മനുഷ്യർ എങ്ങനെ ജീവിക്കും എന്ന ചോദ്യത്തിന് സാർവത്രിക അടിസ്ഥാന വരുമാനം അഥവാ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന ആശയമാണ് ഏക പരിഹാരമായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. AIയുടെ ഉൽപ്പാദനക്ഷമത വഴി ലഭിക്കുന്ന ലാഭം ജനങ്ങൾക്കിടയിൽ തുല്യമായി വിതരണം ചെയ്യുന്ന ഒരു സാമ്പത്തിക ക്രമം ലോകം അംഗീകരിക്കേണ്ടി വരും. എന്നാൽ നമ്മുടെ നിലവിലുള്ള സാമ്പത്തിക വ്യവസ്ഥകൾ ഇത്തരം ഒരു വലിയ മാറ്റത്തെ ഉൾക്കൊള്ളാൻ മാത്രം പക്വത പ്രാപിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. പ്രത്യേകിച്ച് ഇന്ത്യയെപ്പോലെയുള്ള ജനസംഖ്യ കൂടുതലുള്ള രാജ്യങ്ങളിൽ തൊഴിൽ നഷ്ടം വലിയ രീതിയിലുള്ള സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഈ മുന്നറിയിപ്പുകളെ കേവലം ഭീഷണിയായി കാണുന്നതിന് പകരം വരാനിരിക്കുന്ന മാറ്റങ്ങളെ നേരിടാനുള്ള ഒരു മുൻകരുതലായി നാം കാണണം. ഗവൺമെൻറ്റുകളും നയരൂപീകർത്താക്കളും ഇപ്പോഴേ തന്നെ AI സുരക്ഷയെക്കുറിച്ചും തൊഴിൽ മേഖലയിലെ പരിവർത്തനങ്ങളെക്കുറിച്ചും ഗൗരവമായ ചർച്ചകൾ ആരംഭിക്കേണ്ടതുണ്ട്.
സാങ്കേതികവിദ്യ മനുഷ്യനെ കീഴടക്കുന്നതിന് പകരം മനുഷ്യരാശിയുടെ പുരോഗതിക്കായി അതിനെ എങ്ങനെ നയിക്കാം എന്നതിലേക്കായിരിക്കണം നമ്മുടെ ശ്രദ്ധ. മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ നിലനിൽപ്പും സവിശേഷതകളും എന്താണെന്ന് വീണ്ടും തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമാണിത്. ജോലി എന്നത് കേവലം വരുമാന മാർഗം മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ സ്വത്വത്തിൻ്റെ ഭാഗം കൂടിയാണ്. ആ സ്വത്വം യന്ത്രങ്ങൾ ഏറ്റെടുക്കുമ്പോൾ പുതിയൊരു ജീവിതക്രമം കെട്ടിപ്പടുക്കാൻ നാം സന്നദ്ധരാകണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.